ഫുട്ബോൾ ലോകം അമ്പരന്നു പോയ ഒരു നിമിഷമുണ്ടായിരുന്നു. കരിയറിലെ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയ ശേഷം അമേരിക്കയിലെ ഒരു പ്രശസ്തമായ വേദിയിൽ വെച്ച് ലയണൽ മെസ്സിയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ മഹാവിജയത്തിന്റെ രഹസ്യം എന്താണ്? ലോകം കരുതിയത് അദ്ദേഹം ബാഴ്സലോണയിലെ തന്റെ കഠിന പരിശീലനത്തെക്കുറിച്ചോ താൻ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചോ സംസാരിക്കും എന്നാണ്. എന്നാൽ മെസ്സി വിനയത്തോടെ തല കുനിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഫുട്ബോൾ താരത്തെക്കുറിച്ചല്ല, മറിച്ച് തനിക്ക് ലഭിച്ച കഴിവുകൾ സ്വന്തമല്ലെന്നും താൻ വലിയ ഒരു നിയോഗത്തിന്റെ ഭാഗമാണെന്നും തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ചാണ്. മെസ്സിയുടെ ജീവിതത്തിലെ അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യവും നിങ്ങളിൽ ദൈവം നിക്ഷേപിച്ച ആ പ്രത്യേക താലന്തും എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. എല്ലാം തുടങ്ങുന്നത് അർജന്റീനയിലെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ നിന്നാണ്. മെസ്സിക്ക് അന്ന് 4 വയസ്സ് പ്രായം. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുവാൻ അവൻ മൈതാനത്തിറങ്ങുമ്പോൾ കോച്ച് തടഞ്ഞു. ഇവൻ വളരെ ചെറുതാണ്, ഇവനെ ഇറക്കിയാൽ ഇവൻ വീണുപോകും. എന്നാൽ ഗ്രൗണ്ടിന്റെ വേലിപ്പടർപ്പിന് അപ്പുറത്തു നിന്ന് ഒരു ശബ്ദമുയർന്നു. അത് മെസ്സിയുടെ മുത്തശ്ശി സീലിയയുടേതായിരുന്നു. അവർ കോച്ചിനോട് തർക്കിച്ചു, അവനെ കളിപ്പിക്കൂ, അവൻ അത്ഭുതം കാണിക്കും. മുത്തശ്ശിയുടെ ആ വിശ്വാസമാണ് മെസ്സിയുടെ കരിയറിന്റെ ആദ്യത്തെ അസ്ഥിവാരം. ഇന്നും ഓരോ ഗോൾ അടിക്കുമ്പോഴും മെസ്സി ആകാശത്തേക്ക് നോക്കി കൈകൾ ഉയർത്തുന്നത് തന്നിൽ ആദ്യമായി വിശ്വാസമർപ്പിച്ച ആ മുത്തശ്ശിയെ സ്മരിച്ചുകൊണ്ടാണ്. ഇവിടെ നാം ഒരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. ലോകം നിങ്ങളെ വളരെ ചെറിയവനായി കാണുമ്പോഴും നിങ്ങളെ വിശ്വസിക്കുന്ന ഒരൊറ്റ മനസ്സ് മതി നിങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതുവാൻ. ആ മുത്തശ്ശിയുടെ വിശ്വാസം മെസ്സിയുടെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ച ആ താലന്തിനെ ഉണർത്തുകയാണ് ചെയ്തത്. ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് അവർക്ക് മുമ്പിലുള്ള വഴി ഒരിക്കലും എളുപ്പമായിരിക്കണമെന്നില്ല. 10-ാം വയസ്സിൽ മെസ്സിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരികയുണ്ടായി. വളർച്ചാ ഹോർമോൺ കുറവ്. ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ശാരീരികമായി വളരില്ലായിരുന്നു. ഓരോ രാത്രിയും 11 വയസ്സുകാരനായ ആ കുട്ടി തന്റെ കാലുകളിൽ വേദനയോടെ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. മറ്റു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കെട്ടിപ്പിടിച്ചുറങ്ങി സ്വപ്നം കാണുന്ന സമയത്ത് മെസ്സി രാത്രികളിൽ വേദന സഹിച്ചുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. എന്തുകൊണ്ടെന്നറിയാത്ത ഒരു വേദന. പക്ഷെ ആ വേദന മെസ്സിയെ പഠിപ്പിച്ചത് ഇതാണ്: ദൈവം ഒരു വിത്ത് നിങ്ങൾക്ക് നൽകുന്നു, പക്ഷെ അതിന് വെള്ളം നൽകേണ്ടത് നിങ്ങളാണ്. ആ വെള്ളം തന്റെ കണ്ണീരാണെങ്കിൽ പോലും അത് നൽകുവാൻ മെസ്സി തയ്യാറായി. ഈ വേദനയാണ് പിന്നീട് വിജയത്തിന്റെ മധുരമായി മെസ്സിയുടെ ജീവിതത്തിൽ മാറിയത്. മെസ്സിയുടെ ചികിത്സാ ചെലവ് വഹിക്കുവാൻ അർജന്റീനയിലെ ക്ലബ്ബുകൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് യൂറോപ്പിലെ ബാഴ്സലോണ ക്ലബ്ബ് മെസ്സിയെ ഏറ്റെടുക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി മെസ്സിക്ക് വലിയ ഒരു വില തന്നെ നൽകേണ്ടി വന്നു. ചികിത്സയ്ക്കായി തന്റെ 13-ാം വയസ്സിൽ അച്ഛനോടൊപ്പം സ്പെയിനിലേക്ക് പറക്കേണ്ടി വന്നു. അമ്മയും സഹോദരങ്ങളും സ്പെയിനിൽ പൊരുത്തപ്പെടാനാവാതെ തിരികെ അർജന്റീനയിലേക്ക് മടങ്ങുകയുണ്ടായി. മെസ്സി അച്ഛനോടൊപ്പം സ്പെയിനിൽ തനിച്ചായി. അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കുവാൻ രാത്രിയിൽ തലയണയിൽ മുഖമമർത്തി അദ്ദേഹം കരയുമായിരുന്നു. ഞാൻ കാരണമാണോ എൻ്റെ കുടുംബം വേർപിരിഞ്ഞത് എന്ന കുറ്റബോധം മെസ്സിയെ വേട്ടയാടി. ആ ഏകാന്തതയിൽ മെസ്സിക്ക് അഭയമായി തീർന്നത് പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന ഒരു നങ്കൂരമായി മാറി. ആ ഏകാന്തതയാണ് മെസ്സിയെ പക്വതയുള്ളവനാക്കിയത്.